നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങൾ വേഴ്സസ് നിങ്ങളുടെ പേഴ്സൺ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിട്ടുള്ള റീഡിംഗ് ആണ്. അപ്പം നമ്മൾ നോക്കുക നിങ്ങളുടെ എനർജി എന്താണ്, ഇപ്പോൾ അവരുടെ എനർജി എന്താണ്, പിന്നെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്, അവരുടെ സിറ്റുവേഷൻ എന്താണ്, നിങ്ങളുടെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്, ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നിങ്ങളുടെ ഫീലിങ്സ് എന്താണ്, നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് എന്താണ്, പിന്നെ നിങ്ങൾ എന്ത് പ്ലാനാണ് ചെയ്യുന്നത് 2025 വേണ്ടിയിട്ടും റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടും, അതുപോലെ നിങ്ങളുടെ പേഴ്സണിന് എന്ത് പ്ലാനാണ് ഉള്ളത് അത് നോക്കും. പിന്നെ നിങ്ങളുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ്, നിങ്ങളുടെ പേഴ്സണിൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ്. ഇത്രയും കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസൊനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്ട് ചെയ്താൽ മതി, റീഡിംഗ് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒന്നാമത്തെ ജപമാല, രണ്ടാമത്തെ ജപമാല, മൂന്നാമത്തെ ജപമാല, ഇതിലേതെങ്കിലും ഒരു ജപമാല സെലക്ട് ചെയ്ത് ചെയ്യാം. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം അല്ലേ. ഒന്നാമത്തെ ജപമാല കേട്ടോ. ആദ്യം നമുക്ക് ഓറക്കിൾ മെസ്സേജ് ആണ് നോക്കേണ്ടത്. ആദ്യത്തെ റീഡിംഗ് എടുത്തവർക്കുള്ള, ആദ്യത്തെ മാല എടുത്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് ആണിത്. ഭഗവാനെ, ഓക്കെ, എന്ത് മെസ്സേജാണ് ഭഗവാൻ തരാൻ ആഗ്രഹിക്കുന്നത്? ഓക്കെ, ഇവിടെ 2 കാർഡാണ് വന്നിരിക്കുന്നത്. ഒന്നാമത്തെ കാർഡ് എംബ്രേസിങ് ദ റെലം ഓഫ് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ്. നിങ്ങളുടെ കൂടെയുള്ള ഒരാൾ, നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഭർത്താവോ റിലേഷൻഷിപ്പിലുള്ള ആളോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചില സമയത്ത് നമ്മുടെ റിലേഷൻഷിപ്പിലുള്ള ആൾ, നമുക്ക് ഭാര്യയെ പുച്ഛമായിരിക്കും, ഭർത്താവിനെ പുച്ഛമായിരിക്കും, അവർക്കൊന്നും അറിയില്ല, അതുകൊണ്ട് അത് അവരോടൊന്നും അഭിപ്രായം ചോദിക്കാറില്ല, ഞാൻ സ്വയം ചെയ്യുന്നു, അങ്ങനെ വിശ്വസിക്കുന്ന ചിലർ. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് അവരോട് അഡ്വൈസ് എടുക്കാനുള്ളതും അതുപോലെ തന്നെ സപ്പോർട്ടും ആവശ്യപ്പെടാനുമുള്ള ചാൻസ് ഉണ്ട്, അത് യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്, നിങ്ങളുടെ പേഴ്സണും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര അഭിപ്രായമില്ലായിരിക്കും നിങ്ങളുടെ കൂടെയുള്ള ആളെ, പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ അവരുടെ സപ്പോർട്ട് എടുക്കുകയും വേണം, നിങ്ങൾ അവരുടെ നിന്ന് അഡ്വൈസ് എടുക്കാനും എല്ലാ ഓപ്ഷൻ നിങ്ങൾക്കുണ്ട് എന്നാണ് പറയുന്നത്. കാരണം നിങ്ങളുടെ കൂടെയുള്ള ആൾ നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കും ചിലപ്പോൾ, അതാണ് യൂണിവേഴ്സ് പറയുന്നത്. രണ്ടാമത് തേർഡ് ഐ ചക്ര, കണക്ട് വിത്ത് ഡിവൈൻ ഗൈഡൻസ്. പക്ഷേ ഈ സോൾമേറ്റ് കണക്ഷനും നിങ്ങളുടെ പേഴ്സണിൻ്റെ അറിവും ആ പേഴ്സണിൻ്റെ മനസ്സും നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഡിവൈൻ ഗൈഡൻസിൻ്റെ ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് അഹങ്കാരമുള്ള, കുറച്ച് വിവരക്കുറവുള്ള ആരെങ്കിലും ആയിരിക്കും, ജ്ഞാനം ഉണ്ടായിട്ടും അത് എങ്ങനെ ഉപയോഗിക്കണം അല്ലെങ്കിൽ അതിൽ നിന്ന് അറിവ് എങ്ങനെ എടുക്കണം എന്നറിയാത്തൊരു എനർജി ആയിരിക്കും. എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിഞ്ഞും വരാം കേട്ടോ. നിങ്ങളോ നിങ്ങളുടെ പേഴ്സൻ്റെയോ എനർജിയാണിത്. ഓക്കെ, അപ്പോൾ ആ 2 കാർഡ്സാണ് വന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ എനർജിയാണ് നോക്കുന്നത്. അത് നിങ്ങളുടെ ഓറക്കിൾ മെസ്സേജ് ആയിരുന്നു. ഇനി നമ്മൾ നിങ്ങളുടെ എനർജി, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി അവിടെ തുടങ്ങിയിട്ട് നമ്മൾ ടാരോ റീഡിങ്ങിലേക്ക് കയറുകയാണ്. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഓക്കെ, അപ്പം നിങ്ങളുടെ എനർജി, റിലേഷൻഷിപ്പ് സംബന്ധിച്ചിട്ടുള്ള എനർജി എന്താണ്, നിങ്ങളുടെ എനർജി റിലേഷൻഷിപ്പ് സംബന്ധിച്ചിട്ടുള്ള എനർജി, നിങ്ങൾ ഹാപ്പിയാണ്. ഓക്കെ, ഇത് ക്ലാരിറ്റി കാണിക്കും. ഓക്കെ, പിന്നെ ഹാപ്പിനെസ് കാണിക്കും. നിങ്ങളുടെ പേഴ്സൺ മാരേജ് കമ്മിറ്റഡ് ആണ് റിലേഷൻഷിപ്പിൽ. ആ പേഴ്സൻ്റെ വിവാഹം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ്, നിങ്ങൾ റിലേഷൻഷിപ്പിൽ മാത്രമാണ്, വിവാഹത്തിലേക്ക് പോയിട്ടില്ലെങ്കിൽ വിവാഹമാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത്. നിങ്ങളുമായിട്ട് എങ്ങനെ വിവാഹം നടത്താം, അതാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. ഇത് ലിയോ ആണ്, ഇത് ഏരീസ് ലിയോ സാജിറ്റേറിയസ് ആണ്. അപ്പോൾ നിങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോൾ കേട്ടോ.
കുട്ടികളുടെ കാര്യം, ഫ്യൂച്ചറിൽ എത്ര മക്കൾ വേണം എന്നൊക്കെ ഒരു ചിന്ത നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതൊരു സക്സസ്ഫുൾ റിലേഷൻഷിപ്പ് ആക്കണമെന്ന് രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ്. നിങ്ങളും വിവാഹം, ഈ 4 of Wands തന്നെയാണ് ഇവിടെ വന്നത്. നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ആണ് ആഗ്രഹങ്ങൾ. അത് വളരെ നല്ല കാര്യമാണ്. അങ്ങനെ കാണുന്നത് വളരെ കുറവാണ്. ജനറൽ റീഡിങ്ങിൽ പറയുന്നത് വളരെ കുറവാണ്. നിങ്ങളുടെ പേഴ്സൺ ഒബ്സസീവായിട്ട് വിവാഹത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത്. കാരണം നിങ്ങൾ സിംഗിളായിട്ടിരിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് വരുന്നുണ്ടാവും. മനസ്സിലാണോ? അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾ സിംഗിളായിട്ടിരിക്കുന്നത് ചിന്തിക്കാൻ വയ്യ. അപ്പോൾ ഒബ്സസീവായിട്ടൊരു മാരേജിനെ കുറിച്ചിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് കേട്ടോ. ഇത് കാപ്രിക്കോൺ എനർജിയാണ്, ഡെവൽ എനർജിയാണ്. ഡെവൽ എനർജി ടോക്സിക് അല്ലെങ്കിൽ ഒബ്സഷൻ ഇതൊക്കെയാണ് കാണിക്കുന്നത്. കുറച്ച് അഡിക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും എത്ര പെട്ടെന്ന് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ 2 കാര്യങ്ങൾ കൊണ്ടാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ വേറൊരു ടൈപ്പാണ്, ഇവരുടെ ആഗ്രഹങ്ങൾ വേറൊരു ടൈപ്പാണ്. അതാണ് കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പേഴ്സണോട് നിങ്ങൾക്ക് പേഴ്സണ് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയുണ്ടോ? എപ്പോഴും പറയുമോ നിങ്ങളുടെ പേഴ്സൺ അതേസമയം ഈ പേഴ്സൺ കൂടുതൽ കരിയർ ഇൻട്രസ്റ്റഡ് ആണ്. നിങ്ങൾ റൊമാൻറ്റിക് ആണെങ്കിൽ ഈ പേഴ്സൺ ലോജിക്കൽ, പ്രാക്ടിക്കലായ വളരെ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു എനർജിയാണെന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ വിവാഹത്തിനെ കുറിച്ചിട്ട് പേഴ്സൺ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചൊരു ഡിലേ വരാൻ വഴിയുണ്ട്. കാരണം ഈ പേഴ്സണ് ഫിനാൻഷ്യൽ സക്സസ്ഫുൾനെസ്സിനെ കുറിച്ചിട്ടാണ് ഈ പേഴ്സൺ സീക്രട്ടീവായിട്ട് ആലോചിക്കുന്നത്. നിങ്ങൾ സ്നേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ ഈ പേഴ്സൺ ശരി നമുക്ക് കല്യാണം കഴിക്കാം. പക്ഷേ ഈ പേഴ്സൺ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുന്നില്ല. അവിടെയാണ് പ്രശ്നം. കാരണം ഈ പേഴ്സണ് ഇത് പോരാ, വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എനിക്ക് ഇത്രയും കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ട്. അത് പക്ഷേ ഈ പേഴ്സൺ മനസ്സിലാണ് വെക്കുന്നത്. കാരണം നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾ ഭയങ്കര റൊമാൻറ്റിക് ആണ്. എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കണമെന്നാണ് നിങ്ങൾ പോകുന്നത്. ഈ പേഴ്സൺ കുറച്ച് ഡിലേ ആവട്ടെ, കാരണം എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഈ ബാച്ചിലർഹുഡ് അല്ലെങ്കിൽ സ്പിൻസ്റ്റർഹുഡ് എന്ന് വെച്ചാൽ മെയ്ഡ്, ഇപ്പോൾ കല്യാണം കഴിക്കാത്ത സ്ത്രീകൾ എന്താ വിളിക്കുക, ആ ഒരു സിറ്റുവേഷൻ. അതുപോലെ തന്നെ കല്യാണം കഴിക്കാത്ത പുരുഷന്മാരെന്താ വിളിക്കുക, ആ ഒരു സിറ്റുവേഷൻ ഞാൻ കുറച്ചുകൂടെ എൻജോയ് ചെയ്തോട്ടെ എന്നൊരു ചിന്ത നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലുണ്ട്. ഇവിടെ ക്യാൻസർ സോഡിയാക്സ് എന്നാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ സിറ്റുവേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്നാലും നമുക്ക് ചോദിക്കാം, നിങ്ങളുടെ പേഴ്സണോടുള്ള നിങ്ങളുടെ ഫീലിങ്സ് എന്താണ്? ഇപ്പോൾ സ്റ്റക്കാണ് നിങ്ങളുടെ പേഴ്സൺ. കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്തേക്കാണ് നിങ്ങൾക്കറിയാം ഈ പേഴ്സൺ നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു പേടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ എന്തോ ഒരു മനസ്സിനൊരു പേടിയുണ്ട്. ഈ സോൾമേറ്റ് കണക്ഷൻ ആണെങ്കിൽ ഈ പേഴ്സൺ ഇറങ്ങിപ്പോയാലോ, അബാൻഡൻ ചെയ്താലോ എന്നൊരു പേടി നിങ്ങൾക്കുള്ള പോലെ ഈ റിലേഷൻഷിപ്പ്. കാരണം നിങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നമുക്കൊരു ചിന്തയുണ്ട്, കൂടുതൽ ഹാപ്പിനെസ് ആയാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന്. ആ ഒരു ചിന്ത ഈ പേഴ്സൺ കുറച്ചും കൂടെ സമയം ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊരു പേടിയുണ്ട്, ഈ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ച് പോകുമോ എന്ന്. അപ്പോൾ എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കമ്മിറ്റ്മെൻ്റ് ആയല്ലോ, അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ ഇട്ടിട്ട് പോകാനുള്ള ചാൻസ് കിട്ടില്ലല്ലോ എന്ന് നിങ്ങൾക്കൊരു ചിന്തയുണ്ട്. കാരണം നിങ്ങൾക്കൊരു പേടിയുണ്ട്, ഈ പേഴ്സൺ ഇറങ്ങി പോകുമോ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് എന്നൊരു ടെൻഷൻ നിങ്ങളുടെ മനസ്സിലുണ്ട്. ജെമിനായും പൈസസുമാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര പാഷനറ്റ് ആണ് നിങ്ങളോട്. അതുപോലെ തന്നെ നിങ്ങളാണ് ഈ പേഴ്സൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. കുറേ പ്രയോറിറ്റീസ് ഉണ്ട്. പിന്നെയും ഡബിൾ എനർജി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളെ ഇഷ്ടമാണ് പേഴ്സണ്, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ അറ്റ് ദ മൊമെൻറ്റ് കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, കുറേ കാര്യങ്ങൾ ജഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാഷനറ്റ് ആയിട്ട് ജഗിൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, ചിലപ്പോൾ ഒരു പാഷനറ്റ് പ്രോജക്റ്റിലായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഒബ്സസീവായിട്ടൊരു പ്രോജക്റ്റിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഇവിടെ വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോജക്റ്റിൽ എനിക്ക് അത്രയും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള ചാൻസ് കിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ
വിരുന്നിന് പോക്ക്, അത് ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ചാൻസ് കിട്ടില്ല എന്നൊരു പേടി നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് കേട്ടോ. അത് പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര ഒബ്സസ്ഡ് ആണ് നിങ്ങളോട്, അതിലൊരു പ്രശ്നവുമില്ല. പക്ഷേ ഇതിനൊരു ഡിലേ വേണം, കാരണം എനിക്കൊരു മനസ്സമാധാനത്തോട് ഇരിക്കാൻ പറ്റിയിട്ട് നമുക്ക് വിവാഹം കഴിക്കാം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് കേട്ടോ. അതിൽ പ്രശ്നമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല, പക്ഷേ നിങ്ങൾ കുറച്ച് വാശിയിലാണെന്ന് തോന്നുന്നുണ്ട് ഇപ്പം തന്നെ കല്യാണം കഴിക്കണം. അത് കാരണം നിങ്ങളുടെ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഈ പേഴ്സൺ കുറച്ച് നല്ല പൈസയുള്ള ഫാമിലിയിലെ സ്ത്രീയോ പുരുഷനോ ആയിരിക്കാം നിങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ. അപ്പോൾ ഈ പേഴ്സൺ വേറൊരാൾ വന്ന് കയറിയാലോ, മനസ്സ് മാറിയാലോ എന്നൊക്കെ ഒരു ടെൻഷൻ നിങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ പേഴ്സണെ കല്യാണം പെട്ടെന്ന് കഴിക്കണമെന്ന് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ഈ 2025 വർഷത്തിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പ്ലാൻ എന്തൊക്കെയാണ് നോക്കാം. ഓക്കെ, ഒരു ടവർ മൊമെൻ്റ് ഒഴിവാക്കാനാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വർഷം തന്നെ കല്യാണം കഴിക്കണം, അതിലൊരു സംശയവുമില്ല. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും പ്രായമായ ആർക്കെങ്കിലും നിങ്ങളുടെ വിവാഹം കാണണമെന്ന് ആഗ്രഹമുണ്ടോ? കാരണം ഇവിടെ ഒരു ഡെത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പേ നിങ്ങളുടെ വിവാഹം കഴിയണമെന്നൊരു എന്ന് വെച്ചാൽ വയ്യാത്ത ആരോ ഒരു ആളുള്ള പോലെ, പ്രായമുള്ള ഒരാൾക്ക് നിങ്ങളുടെ വിവാഹം കാണണമെന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ അതാണ് നിങ്ങളുടെ മെയിൻ ടെൻഷൻ, മനസ്സിലായോ? അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൺ പറഞ്ഞാലും മനസ്സിലാകുന്നില്ല, അതൊരു പ്രശ്നം ആകുന്നുണ്ട്. പക്ഷേ 2025 തന്നെ ഈ വിവാഹം നടക്കണമെന്ന് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ സ്ട്രോങ് ആയിട്ട് സ്കോർപ്പിയോ വരുന്നുണ്ട്, ഇവിടെ കാപ്രിക്കോൺ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ടെൻഷൻ. എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കണം, നിങ്ങളെ പേഴ്സൺ ഏർജ് ചെയ്യുന്നുണ്ട്, എനിക്ക് ഇപ്പോൾ കല്യാണം കഴിക്കണം, ഇപ്പോൾ കല്യാണം കഴിക്കണം എന്ന്. അപ്പോൾ ഇത് പക്ഷേ ഈ പേഴ്സൺ ഭയങ്കര പ്രാക്ടിക്കലാണ്, മനസ്സിലായോ? നിങ്ങൾ ഭയങ്കര ഇമോഷണലും. അപ്പോൾ ഈ പേഴ്സൺ പറയുന്ന ഈ വർഷം ഒന്നും സംഭവിക്കും, മീൻസ് നിങ്ങൾ ഈ ഇപ്പോൾ വയ്യാതെ കിടക്കുന്ന ആൾക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ഒരു വർഷം നമുക്ക് പെട്ടെന്ന് കല്യാണം നടക്കാം, നോക്കട്ടെ എൻ്റെ ഈ ബിസിനസ്സിൻ്റെ കാര്യമൊക്കെ ഒന്ന് സെറ്റിൽ ആവട്ടെ എന്ന് ചെയ്യാമെന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ഈ പേഴ്സൻ്റെ 2025 പ്ലാൻ എന്താണ്? ഒരു നെഗറ്റീവ് ടോക്ക് ഈ പേഴ്സൻ്റെ മനസ്സിലൊരു ബാലൻസിങ് എന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ടായിരുന്നു, ഒരു എക്സ് ഉണ്ടോ ഈ പേഴ്സൻ്റെ ലൈഫിൽ? അപ്പോൾ ഈ പേഴ്സൻ്റെ പാസ്റ്റ് റിലേഷൻഷിപ്പ് പ്രശ്നത്തിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ രണ്ടാം വിവാഹമായിരിക്കാം ഈ പേഴ്സൻ്റെ കേട്ടോ. അപ്പോൾ ഈ പേഴ്സൻ്റെ ആദ്യ വിവാഹം അല്ലെങ്കിൽ ആദ്യത്തെ റിലേഷൻഷിപ്പ് കുറച്ച് പ്രശ്നത്തിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ കല്യാണം എന്ന് പറയുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ട് ഈ പേഴ്സണ്. നിങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കാത്തതല്ല, എന്നാലും ഈ ഹാർട്ട് ബ്രേക്ക് ഇപ്പോഴും ആ പേഴ്സണ് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു മെൻ്റൽ സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ. അത് നിങ്ങൾക്കറിയാമോ? അപ്പോൾ അതും കൂടി കൊണ്ടായിരിക്കാം നിങ്ങൾ പെട്ടെന്ന് കല്യാണം കഴിക്കണം എന്ന് പറയുന്നത്. കാരണം ഈ പേഴ്സൺ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ എന്ന് നിങ്ങൾക്ക് ടെൻഷനുണ്ട്. കാരണം പാസ്റ്റിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ടെമ്പറൻസ് കാണിക്കുന്നത്. അപ്പോൾ പേഴ്സൺ വിചാരിക്കുന്നത് പേഴ്സൺ കംപ്ലീറ്റ് ആയിട്ട് ഹീല് ചെയ്യാതെ ആ റിലേഷൻഷിപ്പിൽ കിട്ടിയ വേദനകളും ചതിയുമെല്ലാം ഈ പേഴ്സൻ്റെ മനസ്സിൽ നിന്ന് കംപ്ലീറ്റ് പോകാതെ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കയറി കഴിഞ്ഞാൽ അത് പ്രശ്നമാകും എന്ന് പേടിയുണ്ട് ഈ പേഴ്സണ്. അപ്പോൾ ഇതൊന്ന് 2025 ഈ വർഷം ഇതൊന്ന് ബാലൻസ് ചെയ്തിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹീല് ചെയ്യാനുള്ള പല പരിപാടികളും ചിലപ്പോൾ മെഡിറ്റേഷനോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവാം, കൗൺസിലിങ്ങൊക്കെ പോകുന്നുണ്ടാവും, നിങ്ങൾ അറിയില്ല. അപ്പോൾ അത് എന്തായാലും ഈ വർഷം എൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ആക്കണം, അതാണ് മെയിൻ ഇഷ്യൂ. പ്രശ്നങ്ങളൊന്നൊക്കെ ഒന്ന് സോൾവ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് മാരേജിലേക്ക് കടക്കാമെന്നാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ പ്രശ്നങ്ങൾ സോൾവ് ആക്കാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്, എന്നിട്ട് നിങ്ങളുമായിട്ടുള്ള വിവാഹത്തിലേക്ക് കയറാൻ. ഇവിടെ സാജിറ്റേറിയസ് കാണിക്കുന്നുണ്ട്. എന്ത് ആക്ഷനാണ് നിങ്ങൾ എടുക്കുക? നിങ്ങൾ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ? നിങ്ങൾ വിവാഹം എന്ന് പറഞ്ഞിരിക്കുക, ലീഗൽ മാരേജ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോൾ 2005 നിങ്ങളുടെ നെക്സ്റ്റ് ആക്ഷൻ ഇതാണ്, നിങ്ങൾ ഒരു ലീഗൽ മാരേജിന് ട്രൈ ചെയ്യും ഈ വർഷം 2025. നിങ്ങളുടെ പേഴ്സണ് ഭയങ്കര റിഗ്രറ്റ് ആവും, എന്നാലും ഈ പേഴ്സൺ സമ്മതിക്കും കേട്ടോ. പക്ഷേ സമ്മതിക്കാൻ കുറച്ചൊരു ഡിലേ ഉണ്ടാവാൻ വഴിയുണ്ട്, കുറച്ചൊരു ദേഷ്യമൊക്കെ വരും പേഴ്സണ്. കാരണം നിങ്ങളിത് ഫോഴ്സ് ചെയ്യുന്ന പോലെയാവും പേഴ്സണ്. അപ്പോൾ പക്ഷേ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നൊരു ടെൻഷൻ ഉള്ളത് കൊണ്ട് ഈ പേഴ്സൺ ഈ വിവാഹത്തിന് സമ്മതിക്കും 2025 കേട്ടോ.
കാരണം പേഴ്സണ് ഇപ്പോഴും ആ ഒരു പാസ്റ്റ് അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് വിട്ടു പോയിട്ടില്ല. അപ്പോൾ അതിൻ്റേതായ ചില പ്രശ്നങ്ങളുണ്ട്. അത് കാരണമാണ് ഇപ്പോൾ ഡിലേ ആക്കുന്നത്. പക്ഷേ നിങ്ങൾക്കൊരു ടെൻഷനുണ്ട്, ഈ വിവാഹം നടന്നില്ലെങ്കിലോ എന്നൊരു പേടി. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിന് മുമ്പിൽ സറണ്ടർ ചെയ്യും, നിങ്ങളായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കും കേട്ടോ ഈ വർഷം. ടോറസ്, ലീബ്ര, സ്കോർപ്പിയോ സ്ട്രോങ് ആണ് ഇവിടെ. സാജിറ്റേറിയസ്, കാപ്രിക്കോൺ, Gemini, Pisces, Cancer, Leo, Capricorn. ഓക്കെ, ഇത്രയുമാണ് സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻസ് കണ്ടത്. ഇനി നമ്മൾ രണ്ടാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ ജപമാല സെലക്ട് ചെയ്തവർക്കുള്ള റീഡിംഗ് ആണ്. ഭഗവാനെ, ആദ്യം നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. 2025 ആക്ഷൻ പ്ലാൻ എല്ലാമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ എനർജീസാണ് നമ്മൾ നോക്കുന്നത്. രണ്ടും രണ്ടായിട്ടാണ് നോക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ് ഭഗവാനെ? നിങ്ങൾക്കുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ് ഭഗവാനെ? നിങ്ങൾക്കുള്ള ഓറക്കിൾ മെസ്സേജ് രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജാണ് നമ്മൾ നോക്കുന്നത്. കുത്തി താഴെ വീണു. ഇത് മൂന്നും മേജർ കാർഡ്സാണ് വീണത്. ഈ മൂന്ന് കാർഡ്സാണ് വീണത്. ഇത് മൂന്ന് കാർഡ്സ് വീണേക്കുന്നത് ഒന്നാമത്തെ പറയുന്ന സെൽഫ് കെയർ. നിങ്ങൾ നിങ്ങളുടെ ശരീരശുദ്ധിയിലും ഭക്ഷണക്രമത്തിലും എക്സസൈസിലും എല്ലാം ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എത്ര തിരക്കാണെങ്കിലും ഇതിന് സമയം കണ്ടെത്തണം എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തത് വലിയൊരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ചേഞ്ച് ചിലപ്പോൾ നല്ലതാവാം, ചിലപ്പോൾ ചീത്തയാവാം. പക്ഷേ ഈ ചേഞ്ച് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല, ഇത് വന്നേ തീരുള്ളൂ എന്നാണ് പറയുന്നത്. മൂന്നാമത്തത് നിങ്ങളുടെ ഫാമിലി സംബന്ധിച്ചിട്ടുള്ള ഒരു കാർഡാണ്. ഇമോഷണൽ സപ്പോർട്ടാണ് നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടത്, ഫിനാൻഷ്യൽ സപ്പോർട്ട് അല്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യായിരിക്കും. 24 മണിക്കൂറും ജോലി എന്ന് പറഞ്ഞത് നടക്കുന്ന ഒരാളായിരിക്കും. അപ്പോൾ പറയുന്നത് നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങളുടെ ഇമോഷണൽ സപ്പോർട്ടാണ് വേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മൂന്ന് കാർഡ്സാണ് നിങ്ങൾക്ക് വന്നത്. ഇനി നമ്മൾ ടാരോ റീഡിങ്ങിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ഓവറോൾ എനർജി ആണ് ആദ്യം നമ്മൾ നോക്കുക. രണ്ട് പേരുടെയും സെപ്പറേറ്റ് ആയിട്ടാണ് നോക്കുന്നത്, ഒരുമിച്ചല്ല നോക്കുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ഓവറോൾ എനർജി എന്താണ് ആദ്യം നിങ്ങളുടെ നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി, നിങ്ങൾ ഒരു സിറ്റുവേഷനിൽ നല്ല ഒരു ഫ്യൂച്ചർ കാണുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് നല്ലൊരു ഫ്യൂച്ചറാണ്. അപ്പോൾ വളരെ പ്ലാനിങ്ങോട് കൂടിയാണ് നിങ്ങൾ മുമ്പോട്ട് പോകുന്നത്. നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് ഇതൊരു സോൾമേറ്റ് കണക്ഷനാണ്. നിങ്ങൾ തമ്മിൽ വളരെ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ സന്തോഷപരമായിട്ടുള്ള ഒന്നാണെന്നാണ് നിങ്ങളുടെ പേഴ്സൻ്റെ വിശ്വാസം. വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഇത് ദൈവികമാണ്, സോൾമേറ്റ് കണക്ഷൻ ആണ് എന്നൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ വിശ്വസിക്കുന്നത്.
നിങ്ങൾക്കും അതേ ഫ്യൂച്ചറിന് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡിയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ചോയ്സ് എടുക്കേണ്ടി വന്നാൽ എന്നെങ്കിലും നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയാണ് ചൂസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഒരു ഒബ്സഷൻ കാണിക്കുന്നുണ്ട്. ഏഞ്ചൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ലവേഴ്സ് കാണിക്കുമ്പോൾ ഇവിടെ ഒരു ഡെവൽ എനർജിയും കൂടെ വരുന്നുണ്ട്. ഇത് ഒബ്സഷനാണ്, ടോക്സിസിറ്റി, കുറച്ചൊരു ടോക്സിസിറ്റി ഉണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റിസ് സത്യം തുറന്ന് പറയുക, അതാണ് ജസ്റ്റിസ്. അല്ലെങ്കിൽ ഒരു കേസ്, എന്തെങ്കിലും നിങ്ങൾ അറിയാതെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും ഒരു കോർട്ട് കേസ് നടക്കുന്നുണ്ടോ, കേസ് വല്ലതും കണ്ടെടുക്കുന്നുണ്ടോ, അതൊരു സിറ്റുവേഷൻ ആവാം. അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഇവിടെ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ന്യായം. പക്ഷെ ഇവിടെ ഈ ന്യായം നടക്കുന്നത് ചെകുത്താൻ ഉദ്ദേശിക്കുന്ന ന്യായമാണ്. അപ്പോൾ ഒരു പോസിറ്റീവായ ന്യായമല്ല ഇവിടെ നടക്കുന്നത്. ഒരാളിവിടെ കൺട്രോൾ ചെയ്ത് ഒരാളുടെ ഇഷ്ടാനിഷ്ടങ്ങളാണ് നടത്തി വരുന്നത് എന്നൊരു ചിന്തയുണ്ട്. ഇവിടെ സോൾമേറ്റ് കണക്ഷനാണ്, എല്ലാമാണ് താനും. പക്ഷെ ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് കേട്ടോ. ഡെവലും ജസ്റ്റിസും കൂടിയാണ് വന്നേക്കുന്നത്, ക്ലാരിഫിക്കേഷൻ. അപ്പോൾ ഈ കാണുന്ന പോലെ അല്ല സിറ്റുവേഷൻ എന്നാണ് പറയുന്നത്. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് റിലേഷൻഷിപ്പിൽ എന്നൊരു കാര്യം നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലുണ്ട്. കാപ്രിക്കോൺ, ലീബ്ര, ജെമിനായി. ഓക്കെ, നമുക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ് ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് എന്തോ ഒരു കാര്യത്തിന്. ഒരു ടവർ മൊമെൻ്റ് ഉണ്ടായിട്ടുണ്ട് ഈ സിറ്റുവേഷനിൽ കേട്ടോ. അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണോ? തേർഡ് പാർട്ടി, ഇവിടെ ഒരു തേർഡ് പാർട്ടിയെ കാണിക്കുന്നുണ്ട്. അൺമാരീഡ് ആണ്, ഇഷ്ടംപോലെ പണമുള്ള ഒരു തേർഡ് പാർട്ടിയാണ്. അൺമാരീഡ് എന്ന് പറഞ്ഞാൽ ചെറുപ്പമാകണമെന്നില്ല, മനസ്സിലായി? ചിലപ്പോൾ ഡിവോഴ്സ് ആയിരിക്കാം, ഹസ്ബൻഡ് മരിച്ചതായിരിക്കാം, വൈഫ് മരിച്ചതായിരിക്കാം, എന്തോ. അപ്പോൾ അവിടെ ഒരു ടവർ മൊമെൻ്റ് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി കാരണം. നിങ്ങൾ അതുകൊണ്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട്, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി വർക്ക് ചെയ്യാൻ റെഡിയാണ്. പക്ഷേ അറ്റ് ദ മൊമെൻ്റ് ഒരു ടവർ മൊമെൻ്റ് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കേട്ടോ. അപ്പോൾ അതിന് ആ ഒരു ഇതിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ നിങ്ങളാണ് ടവർ മൊമെൻ്റ് ഉണ്ടാക്കിയത്, മനസ്സിലായെന്ന് വെച്ചാൽ ഇതിനൊരു തീരുമാനമാകണം എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെ ഞാൻ കേട്ടു, ഇത് ശരിയാണോ എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ അടി ഉണ്ടാവുന്നുണ്ട് ഇൻറ്റ്യൂട്ടീവ്ലി. നിങ്ങളുടെ പേഴ്സൺ അറിയാം ഇവിടെ ഒരു വലിയൊരു വഴക്കുണ്ടാകുമെന്നറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ജോലിയിലാണ് കൂടുതൽ. ഇപ്പം എക്സ്ക്യൂസ് എന്താണ്, ഞാൻ ജോലിയിലാണ്, ഞാൻ ജോലി എടുക്കാൻ ഇന്ന് വൈകിയേ വരുള്ളൂ, ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരില്ല, അല്ലെങ്കിൽ എനിക്ക് ടൂറ് പോകണം, ഒഫീഷ്യൽ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പേഴ്സൺ കംപ്ലീറ്റ്ലി ആ ഒരു സൈഡിലേക്കാണ് പോയിരിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ ഈ പേഴ്സൺ തൽക്കാലത്തേക്ക് നിങ്ങളെ കൺഫ്രണ്ട് ചെയ്യാൻ, നിങ്ങളെ മുമ്പിൽ പെടാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഒരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്, നിങ്ങളിത് വിട്ട് കളയാനായിട്ട് ഒട്ടും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതറിയുന്നത് കൊണ്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവും, ഇതൊരു അടി ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഈ പേഴ്സൺ ഇതിൽ നിന്ന് മാക്സിമം അകന്ന് നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ടുണ്ടാവും വീട്ടിൽ വന്നിട്ട് അല്ലേ. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? നിങ്ങൾ ഈ പേഴ്സൺ നന്നായിട്ടാണ് നോക്കുന്നത്, നിങ്ങൾക്ക് ഒന്നിനും കുറവില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഡിസിഷൻ എടുക്കാനുണ്ട്, നിങ്ങളും ഡിസിഷൻ. അപ്പം നിങ്ങൾ ഈ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ ഒരു സിറ്റുവേഷനുമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകണമെങ്കിൽ എനിക്കൊരു തീരുമാനം എടുക്കേണ്ടി വരും, ഞാനിത് ഉപേക്ഷിക്കുന്നു. പക്ഷേ അതത്ര ഈസി അല്ല നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് തന്നെയാണ് നോക്കുന്നത് ഈ പേഴ്സൺ. ഇവിടെ ഒരു അമ്മയെ കാണിക്കുന്നുണ്ട്, അമ്മയാവാം അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ ആവാം. ഈ പേഴ്സൻ്റെ അമ്മ ഇതിനകത്ത് ഇടപെടുന്നുണ്ടോ കാര്യത്തിൽ? അവർക്ക് മറ്റേ തേർഡ് പാർട്ടിയായിട്ട് കണക്ഷൻ ആണോ ഇഷ്ടം? അവർ എൻകറേജ് ചെയ്യുന്നുണ്ടോ? ചില അമ്മമാർ അങ്ങനെ ചെയ്യും, മക്കൾ
പൈസ കൂടുതൽ എവിടെയാണുള്ളതെന്ന് വെച്ചാൽ അവിടെ നോക്കിക്കോട്ടെ. റിലേഷൻഷിപ്പ് നിങ്ങൾ എൻകറേജ് ചെയ്യുന്ന അമ്മമാരുണ്ട്, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് എന്തായാലും. അപ്പം നിങ്ങൾക്ക് ആ ഒരു ചിന്തയാണ്. ഈ പേഴ്സൺ ഒരു ചോയ്സ് കിട്ടുകയാണെങ്കിൽ ഈ പേഴ്സൺ അമ്മയെ ചൂസ് ചെയ്യും അല്ലെങ്കിൽ തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്യും എന്നൊരു പേടി നിങ്ങൾക്കുണ്ട്. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് ഹാർട്ട് ബ്രേക്കാണ്. ഈ പേഴ്സൺ വളരെ ആയിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഈ പേഴ്സൺ ഉപേക്ഷിച്ച് പോകുന്നൊരു പേടിയുണ്ട്, അതൊരു ഹാർട്ട് ബ്രേക്കിലേക്ക് വരും ഈ പേഴ്സണ്. അപ്പോൾ ഈ തേർഡ് പാർട്ടി എവിടെ നിന്ന് വന്നതാണ്? ഇങ്ങനൊരു പേടിയുള്ള ഒരാൾ ഒരു തേർഡ് പാർട്ടി കണക്ഷനിലേക്ക് എങ്ങനെ പോയതാണ്? കാരണം നിങ്ങളെ കൺഫ്രണ്ട് ചെയ്യാൻ ഈ പേഴ്സൺ പേടിയാണ്. വഴക്കുണ്ടായാൽ നിങ്ങൾ ഉപേക്ഷിച്ച് പോകുന്നൊരു പേടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷൻ ഈ പേഴ്സണിൻ്റെ ഉള്ളിലുണ്ട്. എന്നുവെച്ചാൽ അതാണ് ഇപ്പോഴത്തെ ഫീലിംഗ്. പക്ഷെ നിങ്ങളോട് ഭയങ്കര പാഷനേറ്റ് ആയിട്ടാണ് ഈ പേഴ്സൺ ഫീൽ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഒരു എന്താ പറയുക, ഒരു ടെൻഷൻ ഉണ്ട് ഈ പേഴ്സണിൻ്റെ മനസ്സിൽ. ഇതൊരു നെഗറ്റീവ് സിറ്റുവേഷനിലേക്കാണ് പോകാൻ പോകുന്നതെന്നൊരു ടെൻഷനുണ്ട് നിങ്ങളുടെ പേഴ്സൺ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 2025 വേണ്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് പ്ലാനാണ് ചെയ്യുന്നത്? നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഈ പ്രശ്നം തേർഡ് പാർട്ടി നിങ്ങൾക്കൊരു കൺസേൺ അല്ല. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതിനെതിരെ ആക്ഷൻ ഒന്നും എടുക്കാൻ പോകുന്നില്ല. തേർഡ് പാർട്ടി ഈ ഒരു സിറ്റുവേഷൻ ഈ വർഷം അവസാനിക്കുമെന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ഞാനത് ചെയ്ത് എടുക്കും എന്ന് തന്നെയാണ് നിങ്ങൾ വിചാരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ അതേസമയം 2025 നിങ്ങളുടെ റിലേഷൻഷിപ്പ് തിരിച്ചു പിടിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഹാപ്പിയാണ്. ഈ തേർഡ് പാർട്ടി വേറെ ഏതോ വഴിക്ക് വന്ന് കയറിയതാണ്. അത് ശരിക്കും ചിലപ്പോൾ തേർഡ് പാർട്ടി അല്ലായിരിക്കാം, അബദ്ധം പറ്റിയതായിരിക്കാം, എന്തോ ആരോ പറഞ്ഞറിഞ്ഞാൽ. ചിലപ്പോൾ ഈ പേഴ്സണിൻ്റെ മദർ തന്നെയായിരിക്കും നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. എന്തായാലും നിങ്ങളുടെ പേഴ്സൺ അമ്മയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, നിങ്ങളെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കുരിശിലാണ് ഈ പേഴ്സൺ കിടക്കുന്നത്. നിങ്ങൾ 2025 ഈ സിറ്റുവേഷൻ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി എടുത്തേ പറ്റുള്ളൂ എന്ന തീരുമാനത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ. അതുപോലെ തന്നെ നിങ്ങളുടെ വിവാഹ ജീവിതം സക്സസ്ഫുൾ ആക്കണം, ഇവിടെ ഹാപ്പിനെസ് തിരിച്ചു പിടിക്കണം, അതിനുള്ള വഴി ഞാൻ കണ്ടെത്തുമെന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ വിശ്വസിക്കുന്നത്. 2025 രണ്ടുപേരും ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ എന്ത് ആക്ഷനാണ് എടുക്കുക? അതിന് വേണ്ടിയിട്ട് എന്ത് ആക്ഷനാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത്? നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഡിഫെൻഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇമോഷണലി നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള ഒരു ഫീലിംഗ് വരുന്നുണ്ടെങ്കിലും നിങ്ങളങ്ങനെ വിട്ടുകൊടുക്കില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പാണ്, കുറച്ച് പഴക്കമുള്ള റിലേഷൻഷിപ്പാണ്. അതുകൊണ്ട് തന്നെ വേറെ ആർക്കും എൻ്റെ റിലേഷൻഷിപ്പ് ഞാൻ വിട്ടുകൊടുക്കില്ല, ഞാനിവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുമെന്ന് തന്നെ നിങ്ങൾ തീരുമാനിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഓഫർ തരും ഈ റിലേഷൻഷിപ്പിൽ പ്രോഗ്രസ് ഉണ്ടാവാൻ. കാരണം ഈ വർഷം നിങ്ങൾ കുറേ പ്രശ്നങ്ങളിൽ കൂടെ പോകും, മനസ്സിലാവുണ്ടോ? അപ്പോൾ ഡിസംബറൊക്കെ ആകുമ്പോഴേ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രസ് ഉണ്ടാവാൻ വഴിയുള്ളൂടെ. കുറേ ബുദ്ധിമുട്ടും ഈ വർഷം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ കിടന്ന് കുറേ സ്ട്രഗിൾ ചെയ്യും. കാരണം ഒരാൾക്ക് പേടിയാണ് മറ്റേയാളാണെങ്കിൽ വളരെ സ്ട്രോങ് ആണ് താനും. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം വടംവലി നടക്കാൻ പോകുന്നുണ്ട്, മനസ്സിലായോ? പക്ഷെ എന്തായാലും ഈ വർഷം തന്നെ 31 മുമ്പിൽ നിങ്ങളുടെ പേഴ്സണൽ ഒരു ഓഫർ തരും ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. എങ്ങനെയെങ്കിലും ഇതൊന്നും പ്രശ്നമൊന്നും സോൾവ് ചെയ്യണമെന്ന് രണ്ടുപേരും വളരെ അധികം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത് നടക്കും ഈ വർഷം കേട്ടോ. ക്യാൻസർ, ചിലപ്പോൾ ഇതൊരു അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള അല്ലെങ്കിൽ മരുമകനും തമ്മിലുള്ള പ്രശ്നമാകാനും വഴിയുണ്ട്. ലിയോ, ടോറസ്, സ്കോർപ്പിയോ, 2 സ്കോർപ്പിയോ കണ്ടായിരുന്നു. പിന്നെ ടോറസ്, ലീബ്ര, വെർഗോ, പൈസീസ്, സ്കോർപ്പിയോ, കാപ്രിക്കോൺ, ലീബ്ര. ഈ ഡെവൽ എനർജി വരുമ്പോൾ തന്നെ അവിടെ ഒരു ടോക്സിസിറ്റി വരും കേട്ടോ. അപ്പോൾ പുറമേ നിന്ന് കാണുന്ന പോലെ അല്ല റിലേഷൻഷിപ്പ്, പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കും. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഓറക്കിൾ മെസ്സേജ് വന്നതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? അപ്പോൾ നമുക്കിനി മൂന്നാമത്തെ റീഡിങ്ങിലേക്ക് പോകാം. മൂന്നാമത്തെ ജപമാല സെലക്ട് ചെയ്തവർക്കുള്ള റീഡിംഗ് ആണ്. ഓറക്കിൾ മെസ്സേജാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. ഭഗവാനെ, ഇവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ്? മൂന്നാമത്തെ ജപമാല സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ് ഭഗവാനെ? ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ,
മൂക്കിനൊരു പ്രശ്നം വരുന്നുണ്ട്. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഓക്കെ, ഇത് 3 കാർഡ്സാണ് എടുത്തേക്കുന്നത്. ഇതിൽ ആദിയോഗി എംബാർക്കിംഗ് ഓൺ ദ പാത്ത് ഓഫ് യോഗ. നിങ്ങൾ യോഗ പ്രാക്ടീസ് ചെയ്യണം, മെഡിറ്റേഷൻ എല്ലാം പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അത് നിങ്ങളുടെ ഫിസിക്കലും മെൻ്റലും സ്പിരിച്വൽ ആയിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് യോഗ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ മെഡിറ്റേഷനും വരുന്നുണ്ട്. മെഡിറ്റേഷൻ വരുന്നത് നമ്മളെ തന്നെ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഡിവൈൻ ഇൻ്റർവെൻഷൻ, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ അത്യാവശ്യമായിട്ട് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തോ ഒരു സിറ്റുവേഷൻ ഉണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾ 2 പേരുടെയും എനർജീസ് എന്താണെന്ന് നോക്കാം. ഓവറോൾ എനർജി തൊട്ട് തുടങ്ങാൻ നമുക്ക് ടാരോ റീഡിങ്ങിൽ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് ആദ്യം നോക്കാം. നിങ്ങൾ റെസ്റ്റിലാണ്. നിങ്ങൾക്ക് ബെഡ് റെസ്റ്റ് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അതോ നിങ്ങൾ ആക്ഷൻ ഒന്നും എടുക്കാതിരിക്കുകയാണോ തൽക്കാലത്തേക്ക്? ഈ റിലേഷൻഷിപ്പിന് വേണ്ടി തൽക്കാലത്തേക്ക് നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കുന്നില്ല, നിങ്ങൾ ആലോചനയിലാണ്. ഇത് ഇനിത്തെ എന്താ പറയുക, ഇത് പുതുക്കണോ, ഇത് വിട്ട് കളയണോ? നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ ഇതൊരു ട്രാൻസ്ഫോർമേഷൻ വേണം. ഈ റിലേഷൻഷിപ്പിൽ ഒരു അവസാനം കാണുന്നുണ്ട് ഇവിടെ, ഡെത്ത്, എൻഡ് ഓഫ് എ സിറ്റുവേഷൻ. നിങ്ങളുടെ പേഴ്സൺ ഒരു എൻഡ് ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കൊരു അവസാനമായിരിക്കാം, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിന് തന്നെ ഒരു അവസാനമായിരിക്കാം. ഈ 2025 നിങ്ങൾ അതിനെ, ഈ പേഴ്സൺ എടുക്കുന്ന തീരുമാനം എന്തും ആയിക്കോട്ടെ, അതിനെ എതിരൊന്നും പറയില്ല എന്നൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഡിവൈൻ ഇൻ്റർവെൻഷൻ വേണമെന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ നിങ്ങളത് പുറമേ കാണിക്കുന്നില്ല. ഓ എനിക്ക് മതിയായി ഈ സിറ്റുവേഷൻ, എന്നാൽ പിന്നെ ഇത് തീരണമെങ്കിൽ തീർന്നോട്ടെ, ഞാൻ മുമ്പോട്ട് പോകാം. ഇത് പേഴ്സൺ തീരുമാനിച്ചിട്ട് അത് തീരുകയാണെങ്കിൽ തീർന്നോട്ടെ, ഞാൻ എന്തായാലും ഒരു സമാധാനപരമായ ഒരു ജീവിതത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സണും ഈ ഒരു സിറ്റുവേഷനിൽ ഹാപ്പി അല്ല. റിലേഷൻഷിപ്പ് പോകണമെന്ന് 2 പേരും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല, പക്ഷേ 2 പേരും പുറമേ അഭിനയിക്കുകയാണ്. വേറെ വഴിയില്ലാത്തത് കൊണ്ട് റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കുന്നു എന്നൊരു ചിന്തയും കൂടി ഉണ്ട്. ഇവിടെ സ്കോർപ്പിയനാണ് കാണിക്കുന്നത്. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ? നിങ്ങളുടെ സിറ്റുവേഷൻ, ഈ റിലേഷൻഷിപ്പിൽ എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ? ഇവിടെ സീക്രട്സ് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ടോ? നിങ്ങൾ സീക്രട്ട് ആയിട്ടൊരു റിലേഷൻഷിപ്പിലേക്ക് പോയായിരുന്നോ? എന്തോ ട്രാവൽ ചെയ്തപ്പോൾ എന്തോ ആരെയോ പരിചയപ്പെട്ടു, അല്ലെങ്കിൽ ഒരു നെയ്ബറായിട്ടൊരു ഒരു പൊട്ടത്തരം. എന്തായാലും നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് കയറി, നിങ്ങളുടെ പേഴ്സൺ അറിയാതെ സീക്രട്ടായിട്ടാണ് കയറിയത്. പക്ഷേ നിങ്ങളുടെ പേഴ്സണ് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആണ്. ഇതിപ്പം ആ തേർഡ് പാർട്ടി കണക്ഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ്. നിങ്ങളുടെ തേർഡ് പാർട്ടി കണക്ഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഇതിനൊരു അറുതി വരുത്തണം, അല്ലെങ്കിൽ ഇതിന് പോകണം, എങ്ങനെയെങ്കിലും എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഇവിടെ 3 of Wands കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ചിലപ്പോൾ പുറത്തേക്ക് പോകാനുള്ള എന്തെങ്കിലും ഒരു ചാൻസ് നോക്കുന്നുണ്ടാവാം കേട്ടോ. നാട് വിടാനോ തൽക്കാലത്ത് ഇതൊന്ന് ഒഴിഞ്ഞു നിൽക്കാനോ എന്തൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. എന്തായാലും ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ് ഈ റിലേഷൻഷിപ്പിൽ, ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നത് കൊണ്ട് മാത്രം. ഇവിടെ ക്യാൻസർ സോഡിയാക് സൈനാണ് കാണിക്കുന്നത്. ഇനി എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഇപ്പോഴത്തെ ഫീലിംഗ്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയത്? നിങ്ങൾക്ക് സ്നേഹമില്ല, പണ്ടത്തെ ആ സ്നേഹം നിങ്ങളുടെ പേഴ്സണോടില്ല. ഇപ്പോൾ ഇതൊരു മാരേജ് റിലേഷൻഷിപ്പാണ്. ഇതിപ്പോൾ ഒരു കല്യാണം മാരേജ് സിറ്റുവേഷൻ ആയതുകൊണ്ട് മാത്രം നിങ്ങളിവിടെ പിടിച്ചു നിൽക്കുന്നതാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾക്കിത് പോയാലും കുഴപ്പമില്ല എന്നൊരു സിറ്റുവേഷനാണ്. ഇതൊരു വിവാഹ ബന്ധമാണ്, കുട്ടികളുണ്ട് എന്നൊരു കാര്യം കൊണ്ട് മാത്രമാണ് നിങ്ങളിവിടെ പിടിച്ചു നിൽക്കുന്നത്. നിങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സണോട് ഇല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരു റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിനെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഒന്നിനും അടുക്കാത്തത് കൊണ്ട് ഈ പേഴ്സൺ ഇതൊരു പോസിബിലിറ്റി ഇവിടെ വരുന്നില്ല.
എന്നൊരു സിറ്റുവേഷൻ പേഴ്സൺ തോന്നുന്നുണ്ട്. എന്നുവെച്ചാൽ നിങ്ങൾ തമ്മിൽ റീകൺസിലിയേഷൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് കൊടുമ്പിൽ കൊണ്ട് എല്ലായിടത്തും ഓടി നടക്കുന്നുണ്ട്, പല്ലെ കൊണ്ട് സംസാരിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നാലൊരു ലീഗൽ ഡിവോഴ്സ് നടക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഇനി ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, എന്നാൽ ഡിവോഴ്സും പറ്റില്ല. മനസ്സിലായി? അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നാട് വിടാൻ ആഗ്രഹിക്കുന്നുണ്ട്, ജോലി അന്വേഷിച്ച് പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒട്ടും ഹാപ്പിയല്ല, നിങ്ങളുടെ പേഴ്സണും ഈ സിറ്റുവേഷനിൽ ഒട്ടും ഹാപ്പിയല്ല. നിങ്ങളും ഹാപ്പിയല്ല, നിങ്ങളുടെ പേഴ്സണും ഹാപ്പിയല്ല. പക്ഷേ നിങ്ങൾ വിവാഹം എന്ന ഒരു ബോണ്ട് ഉള്ളതുകൊണ്ട് അതിൽ നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 2025 നിങ്ങൾ എന്താണ് പ്ലാൻ ചെയ്യുന്ന റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്? നിങ്ങൾ തേർഡ് പാർട്ടിയായിട്ടുള്ള കണക്ഷൻ കണ്ടിന്യൂ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. തേർഡ് പാർട്ടിയായിട്ട് നിങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. തേർഡ് പാർട്ടിയെ വിവാഹം കഴിക്കാനൊന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ തേർഡ് പാർട്ടിയായിട്ട് കണ്ടിന്യൂ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. തേർഡ് പാർട്ടിയായിട്ട് നിങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. തേർഡ് പാർട്ടിയിൽ നിങ്ങൾക്ക് തേർഡ് പാർട്ടിയുടെ ആ റിലേഷൻഷിപ്പിൽ കുട്ടികളുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളത് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണോ ഒരു ഹാപ്പിനെസ് ആഗ്രഹിക്കുന്നുണ്ട് ഈ പേഴ്സൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോലി, ഇവിടെ ഒരു 3 ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നുണ്ട്. ഒരു ട്രാൻസ്ഫറിനൊക്കെ ഈ പേഴ്സൺ ട്രൈ ചെയ്യുന്നുണ്ട്. കാരണം ഈ വർഷം ഈ പേഴ്സൺ ടീം വർക്ക്, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ തേർഡ് പാർട്ടി ഉണ്ടോ? ഇവിടെ നമ്പർ 3 കുറേ പ്രാവശ്യം കാണിക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാ പിന്നെ ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത്? അതോ നിങ്ങളോടുള്ള വാശിക്കാണോ നിങ്ങളുടെ പേഴ്സൺ ഒരു തേർഡ് പാർട്ടിയെ ഞാൻ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ എനിക്കിപ്പം എൻ്റെ ഓഫീസിലുള്ള ആരെങ്കിലുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഞാൻ തുടങ്ങും, ഈ 2025 ഞാൻ നിന്നെ കാണിച്ചു തരാം എന്നൊരു സിറ്റുവേഷൻ ഉള്ള പോലെയും കാണിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, ഞാനും ഒരു റിലേഷൻഷിപ്പ് തുടങ്ങാൻ പോക്കുകയാണ് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. 2 പേർക്കും വട്ടാൻ തോന്നുന്നുണ്ട്. ഓക്കെ, എന്നാലും പിന്നെ 2 പേരും ഉപേക്ഷിച്ചിട്ട് വേറെ വഴിക്ക് പൊക്കൂടെ? എന്തിനാ കുട്ടികളായിട്ട് വട്ടാക്കുന്നത്? ഇവിടെ പിള്ളേരുണ്ട്. നിങ്ങൾ എന്ത് ആക്ഷനാണ് എടുക്കുക അവിടെ? ഈ റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങൾ എന്ത് ആക്ഷനാണ് എടുക്കുക? നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് മുഖം തിരിച്ച് നിൽക്കും, മനസ്സിലാണ്ടോ? നിങ്ങൾക്ക് ഇതിന് വർക്ക് ചെയ്യണമെന്നില്ല, ഈ റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യണമെന്നില്ല. നിങ്ങൾ തേർഡ് പാർട്ടി കണക്ഷനിൽ തന്നെയാണ് ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നത് 2025. അതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സൺ തരുന്ന ഓഫർ ഒന്നും നിങ്ങൾ അംഗീകരിക്കില്ല കേട്ടോ. തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യാനാണ് നിങ്ങൾ നോക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുട്ടികളില്ല, തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിൽ കുട്ടികളുണ്ടോ? അതാണ് പ്രശ്നം ഇവിടെ. നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ ഇവിടെ 2 കിങ് ഉണ്ട്. ഇവിടെ കിങ് ഓഫ് വാൻസും കിങ് ഓഫ് പെൻറ്റക്കിൾസും ഉണ്ട്. നിങ്ങളുടെ പേഴ്സൺ 2025 2 റിലേഷൻഷിപ്പ് ഉപേക്ഷിക്കും, അതിൽ നിന്ന് ഇറങ്ങിപ്പോകുമെന്നാണ് പറയുന്നത്. ഈ പേഴ്സൺ ജോലി ഉപേക്ഷിക്കും. 2 റിലേഷൻഷിപ്പാണോ 2 ജോലിയാണോ എന്ന് ചോദിച്ചാൽ ജോലിയുമുണ്ട് ഇവിടെ. ഈ ജോലി പേഴ്സൻ്റെ പൈസ എല്ലാം ഇട്ടിട്ട് എറിഞ്ഞിട്ട് ഒരു ദിവസം ഇറങ്ങിപ്പോകുമെന്നാണ് തോന്നുന്നത്. 2025 ഈ പേഴ്സൺ ഒരു എല്ലാത്തിൽ നിന്നും ഒഴിവായി പോകുമെന്നാണ് കാണിക്കുന്നത്. ഇറങ്ങിപ്പോകുമെന്ന്, ഈ റിലേഷൻഷിപ്പ് അബാൻഡൻ ചെയ്ത് പോയി കളയും, മനസ്സിലായോ? പക്ഷേ ഇവിടെ ഡിവോഴ്സ് ഒന്നും നടക്കാൻ പോകുന്നില്ല. ഈ പേഴ്സൺ പെട്ടെന്നൊരു ദിവസം പോയി കളയും, അതാണ് ഉണ്ടാവാൻ പോകുന്നത്. ഇവിടെ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ് ഈ പേഴ്സൺ. അപ്പോൾ ആരോടും പറയാതെ ഇറങ്ങിപ്പോയി കളയും, അതാണ് കാണിക്കുന്നത്. അപ്പോൾ 2025 നിങ്ങൾക്കൊരു ഇതൊരു പ്രശ്നമാവും പക്ഷേ ഇറങ്ങിപ്പോകുമ്പോൾ. കാരണം ഡിവോഴ്സ് നടക്കുന്നില്ല. ഡിവോഴ്സ് നടക്കാതെ ഈ പേഴ്സൺ ഇറങ്ങിപ്പോയാൽ നിങ്ങൾക്ക് തേർഡ് പാർട്ടി വിവാഹം കഴിക്കാൻ പറ്റില്ല. അത് വലിയൊരു പ്രശ്നമാണ്. ലിയോ, സ്കോർപ്പിയോ, എന്തൊക്കെ തരം റിലേഷൻഷിപ്പാണ്. ക്യാൻസർ, ഈ ക്യാമറ ഡാൻസ് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ക്യാമറയ്ക്ക് പോലും മതിയായി പോയി റീഡിങ് കണ്ടപ്പോൾ. വളരെ അഷെയിംഡ് ആയിപ്പോയി, എന്തായി കാണിക്കുന്നത് സ്കോർപ്പിയോ. അപ്പോൾ
ഓക്കെ, ഇതോടുകൂടി ഞാൻ ഇന്നത്തെ റീഡിങ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അവസാനത്തെ റീഡിങ് വല്ലാത്തൊരു റീഡിംഗ് ആയിപ്പോയി. എന്തായാലും എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ഭഗവാൻ അനുഗ്രഹിച്ച് തരാനിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതുവരെ എൻ്റെ കാർഡ് റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.